നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കുടുംബാംഗങ്ങൾ മാത്രം കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധുക്കളുമായുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നതാണ് നല്ലതെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. പുറത്തുനിന്നുള്ള മറ്റേതൊരു സംഘടനയുടെയും ഇടപെടൽ ഫലം ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സുപ്രീം കോടതിയിൽ പറഞ്ഞു. കുടുംബം മാത്രം ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ് നല്ലത്. മറ്റാരെങ്കിലും അതിൽ പങ്കെടുക്കുന്നത് ഫലം നൽകാൻ ഇടയില്ല എന്ന് ജസ്റ്റിസ് വിക്രംനാഥും ജസ്റ്റിസ് സന്ദീപ് മേത്തയും അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിനോട് വെങ്കിട്ടരമണി പറഞ്ഞു. സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. പുറത്തു നിന്നുള്ളവർക്ക് ഈ വിഷയത്തിൽ ഇടപെടുക എളുപ്പമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുകയാണെന്നും വിഷയത്തിൽ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും AG സുപ്രീം കോടതിയെ അറിയിച്ചു. നല്ല ഉദ്ദേശത്തോടെ ഒരു സംഘടന ഇടപെടുന്നതിൽ പ്രശ്നമൊന്നുമില്ല, എന്നാൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്ന മട്ടിൽ വാർത്തയാവുകയാണ്. സർക്കാർ എല്ലാ രീതിയിലും ശ്രമിക്കുകയാണ്. സർക്കാരിന് ചെയ്യാൻ കഴിയാത്തത് ഒരു സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന അഭിഭാഷകനായ ആർ ബസന്താണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഹാജരായത്. യമനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ അനുമതി വേണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ തലാലിന്റെ കുടുംബം മാപ്പ് നൽകുകയാണ് വേണ്ടതെന്നും രണ്ടാമതാണ് ബ്ലഡ് മണിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്നും ബസന്ത് കോടതിയിൽ വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ യമനിലേക്ക് ഇന്ത്യയിൽ നിന്നും യാത്ര ചെയ്യുന്നതിന് വിലക്കുണ്ട്. ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി തലാലിന്റെ കുടുംബത്തെ കാണാൻ പ്രത്യേക അനുമതി നൽകാനും ഒരു പ്രതിനിധി സംഘത്തിന്റെ യാത്രയ്ക്ക് ക്രമീകരണം ചെയ്യാനും ബസന്ത് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു.